ഓശാന. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ രാജാക്കന്മാരെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. സാധാരണഗതിയിൽ കഴുതയുടെ പുറത്താണ് ഒരു രാജാവ് എഴുന്നള്ളി വരുന്നതെങ്കിൽ ആ രാജാവ് സമാധാനം സംസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. മറിച്ച് കുതിരയുടെ പുറത്താണ് രാജാവ് വരുന്നതെങ്കിൽ ആക്രമിക്കുവാനും കീഴടക്കുവാനും യുദ്ധം ചെയ്യുവാനുമാണ് രാജാവ് പുറപ്പെടുന്നതെന്നർത്ഥം. യേശുക്രിസ്തു ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുവാൻ ഉപയോഗിച്ചത് കഴുതയാണ്. അവിടുത്തെ രാജ്യത്വത്തിന്റെ ലക്ഷണവും സമാധാനം എന്നുള്ളതാണ്. ആയുധമേന്തി യുദ്ധസന്നാഹങ്ങളോടെ അടിച്ചമർത്തുവാനോ കീഴടക്കുവാനോ രക്തപ്പുഴയൊരുക്കി മറ്റുള്ളവരെ നശിപ്പിക്കുവാനോ അല്ല അവിടുന്ന് രാജാവായി വാഴുന്നത്. മറിച്ച് സമാധാന രാജനായി ഹൃദയങ്ങളെ ഭരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് രാജാവായി പ്രവേശനം ചെയ്യുന്നത്. അപ്രകാരം രാജാവായി എഴുന്നള്ളി വരുന്ന സമാധാന രാജന യേശുവിനെ ആർപ്പുവിളികളോടെ എതിരേൽക്കുന്ന ജനത്തിന്റെ കഥയാണ്, സംഭവമാണ് ബൈബിളിൽ കാണുന്നത്. അവർ ഒലിവ് വൃക്ഷത്തിലെ ചില്ലകൾ ശേഖരിച്ചുകൊണ്ട് അവ ഉയർത്തി ആർപ്പുവിളികളോടുകൂടിയാണ് കർത്താവിനെ എതിരേറ്റ് ജെറൂസലേം പട്ടണത്തിലേക്ക് ആനയിക്കുന്നത്. ഒലിവ് വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഒടിച്ച് അവര് അത് കരങ്ങളിലേന്തി ജയ് വിളിക്കുമ്പോൾ, ഓശാന വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒലിവ് വൃക്ഷത്തിന്റെ അർത്ഥവും ആഴവും അവരുടെ മനസ്സുകൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഒലിവ് വൃക്ഷം സൂചിപ്പിക്കുന്നത് സൗഖ്യത്തെയാണ്. അതിൻ്റെ ഇലകളും അതിൻ്റെ ഹരിതാഭയും മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ വളരുന്ന മരമാണ്. ആ മരത്തിന് ഇളം പച്ച നിറമാണ്. ഈ ഒലിവ് വൃക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണയ്ക്ക് നമ്മുടെ ശാരീരികമായ ശക്തി പകരുവാനും ഹൃദയ അസുഖത്തെയും ചർമ്മ നൈർമല്യത്തെയും പരിപാലിക്കുവാനും മറ്റു തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ശരീരങ്ങളെ അതിജീവിപ്പിക്കുവാനും കഴിയും എന്നുള്ള പ്രത്യേകതയാണ്. യേശുക്രിസ്തു അവരെ സംബന്ധിച്ചിടത്തോളം വെറും രാജാവായിരുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം നൽകുന്ന രാജാവായിരുന്നു. പലതരം രോഗ സൗഖ്യങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു അവർ. കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ചയായും, കേൾവിയില്ലാത്തവർക്ക് കേൾവിയായും, നടനശേഷി നഷ്ടപ്പെട്ടവർക്ക് നടനശേഷിയായും, തളർവാദം പിടിപെട്ട മനുഷ്യർക്ക് ഓടി നടക്കുവാനുള്ള ശക്തിയായും ഒക്കെ അവിടുന്ന് സൗഖ്യം നൽകുന്ന ദൈവപുത്രനായി അവിടെ ഇടയിൽ വസിച്ചു. അതുകൊണ്ട് തന്നെ സൗഖ്യദായകനായ കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് നിരന്തരം അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമായി. യേശുക്രിസ്തുവിനെ ഹോസാന പാടി എതിരേൽക്കുമ്പോൾ ഞങ്ങളെ സമാധാനവും സൗഖ്യം നൽകി പരിപാലിക്കുന്ന രാജാവാണ് അവൻ എന്നുള്ള ഒരു പ്രതീക്ഷയുടെ സ്വരം അതിലടങ്ങിയിരുന്നു. കർത്താവിന് തനിക്ക് ഉണ്ടാകുവാൻ പോകുന്ന വേദനകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ മുൻ അറിവുണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് തൻ്റെ മരണശേഷവും ജനങ്ങളുടെ മനസ്സിലും ലോക മനസാക്ഷിക്ക് മുന്നിലും രാജാവായി നിലകൊള്ളണമെന്നുള്ള ആഗ്രഹത്താലാണ് ഒരുപക്ഷെ ഈ ജെറൂസലേം പ്രവേശനത്തിന് നിന്നുകൊടുത്തത്. തൻ്റെ പേരിനും പ്രശസ്തിക്കും അതീതമായി ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. സൗഖ്യം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു രാജാവായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശക്തിയായി, പ്രചോദനമായിട്ട് അത് മാറുന്നു. സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളെയും ഒക്കെ ശമിപ്പിക്കുവാനും സമാധാനത്തോടുകൂടി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ആനയിക്കുവാനും കഴിയുന്ന രാജാവാണ് അവൻ എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഓശാന എതിരേൽപ്പിലൂടെ നമ്മുടെ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം. ഈ സന്ദേശം ഓരോ ദിവസവും ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങളെയും രോഗങ്ങളെയും അകറ്റി സാന്ത്വനമേകുവാനും സമാധാനമേകുവാനും കഴിയുന്ന സിദ്ധ ഔഷധമായി നിലകൊള്ളും എന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെയുള്ള ഈ ഒരു പ്രതീക്ഷയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓശാന പ്രദാനം ചെയ്യുന്നതെങ്കിൽ അത് രക്ഷയുടെ ഒരു പുതിയ മാർഗമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശുക്രിസ്തു രക്ഷകനായിട്ടാണ് കടന്നു വരുന്നത്. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവര് എതിരേറ്റ് പാടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥനയും അതായിരുന്നിരിക്കണം. നിരന്തരം ഞങ്ങൾക്ക് സമാധാനം തരണമേ, നിരന്തരം ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, നിരന്തരം സമാധാനവും സൗഖ്യം നൽകി
പ്രതികൂലമായ സാഹചര്യങ്ങളിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഈ ഓശാന വിളികളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളുടെ രഹസ്യം അറിയുന്ന കർത്താവ് അവർക്ക് ഓരോരുത്തർക്കും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സാന്ത്വനം അരളിക്കൊണ്ട് ആശ്വാസമായി അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നവനായി മാറി. അവിടുന്ന് സമഗ്രമായ ഒരു വിമോചനമാണ് ഇതിലൂടെ അവർക്ക് പ്രദാനം ചെയ്തത്. സമഗ്രമായ വിമോചനം ഹൃദയത്തിനും മനസ്സിനും ശരീരത്തിനുമൊക്കെ സൗഖ്യം നൽകുന്ന, സമാധാനം തരുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് അവർക്ക് നിരന്തരം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ട് അവര് കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതിർന്നവരും ഒക്കെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഓശാന ഓശാന എന്ന്. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ ശക്തമായ തിരിച്ചറിവുകളോടെ സൗഖ്യത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളോടുകൂടി ഓരോ മണിക്കൂറുകളിലും വിളിച്ചു പറയുവാൻ കഴിയുമ്പോഴാണ് ഓശാന അന്വർത്ഥമാകുന്നത്. നമ്മുടെ കരങ്ങളിൽ ഒരുപക്ഷെ ഒലിവ് വൃക്ഷത്തിന്റെ ശിലകൾ ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഹൃദയങ്ങൾ ഉറക്കെ സൗഖ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹരിതാഭയുടെ നിറവിൽ യേശുവേ അങ്ങേക്ക് സ്തുതി മഹത്വം, ഞങ്ങളെ രക്ഷിക്കുവാൻ വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങളായി ഈ തപസ്സുകാലത്തിലെ ദിനങ്ങൾ മാറട്ടെ.